നമസ്കാരം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് കേരളപ്പിറവി ദിനം ആഘോഷിക്കുകയാണ് അല്ലേ. ജെയിൻ ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കേരളപ്പിറവി ദിനാശംസകൾ അറിയിക്കാണ് മെഡി ടോക്കിന്റെ വകയായിട്ട്. നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ മെഡി ടോക്ക്. കേൾവിക്കുറവും പരിഹാര മാർഗ്ഗങ്ങളും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പലപ്പോഴും കേൾവിക്കുറവുമായിട്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എങ്ങനെ ഇത് പരിഹരിക്കണം, ഒരു ഓഡിയോളജിസ്റ്റിനെ കാണേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാലുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്, ഇതേക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ ആകാംക്ഷയുണ്ടാവും. കേൾവിക്കുറവും പരിഹാര മാർഗ്ഗങ്ങളും ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും 2 മണി വരെ ഞങ്ങൾ വിളിച്ച് ചോദിക്കാം. ഇതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുവാൻ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റായ ശ്രീ സാലിമോൻ ജോസഫാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യാം. നമസ്കാരം. ആദ്യം തന്നെ കേരളപ്പിറവി ആശംസകൾ അറിയിക്കുകയാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അങ്ങ് വീണ്ടും നമ്മുടെ മെഡി ടോക്കിലേക്ക് വരുന്നത് അല്ലേ? അതെ 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 2 വർഷം. അതെ. ഇപ്പോൾ കേൾവിക്കുറവ് കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ്. കാരണം കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ മുതിർന്നവരോ ഒന്ന് പ്രായഭേദമന്യേ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കേൾവിക്കുറവ്. പലപ്പോഴും ഇത് ആരും തിരിച്ചറിയപ്പെടാതെ പോകുന്നതാണ് സത്യം. ഇത് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കുഞ്ഞു കുട്ടികളുടെ മുതൽ പ്രായമായവരുടെ വരെ കേൾവിക്കുറവ് നമ്മുടെ വളരെ കാര്യമായിട്ട് പരിഗണിക്കണം. കാരണം ഈ കേൾവിക്കുറവ് ഈ പല രീതിയിലാണ് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് കേൾവിക്കുറവ് കാരണം കുഞ്ഞു കുട്ടികളിലാണെങ്കിൽ അവരുടെ ഭാഷ ഡെവലപ്മെൻറ്റ് അത് വളരെ ഡിലേ ആവും. നേരത്തെ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് റെമഡിയൽ ആക്ഷൻ റീഹാബിലിറ്റേഷൻ ചെയ്തില്ല എങ്കിൽ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ വളരെ വഷളാവും. പഠനത്തിലും അവർ വളരെ പിന്നോക്കം പോകും. അത് ന്യൂ ബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ഈ ഒരു ഓഡിയോളജിസ്റ്റിന് പോലും ഓഡിയോളജിക്കൽ എക്യുപ്മെന്റ്സിന്റെ സഹായമില്ലാതെ ഒരു കുഞ്ഞു കുട്ടിയുടെയോ പ്രായമായവരുടെയോ പോലും കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്താൻ സാധിക്കത്തില്ല. ഓ, അത് ശരി. ട്യൂണിംഗ് ഫോർക്ക് കൊണ്ടല്ല കേൾവിക്കുറവ് നമ്മൾ കണ്ടെത്തുന്നത്, ഓഡിയോളജിക്കൽ എക്യുപ്മെന്റ്സ് കൊണ്ടാണ്. അത് വ്യത്യസ്തമായ എക്യുപ്മെന്റ്സ് ആണ് ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കുന്നത് കേൾവിക്കുറവ് കൃത്യമായി കണ്ടെത്താൻ. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ജയ്ഹിൻ ടിവിയുടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ. ഇതേപോലെയുള്ള ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അല്ലെങ്കിൽ സൗണ്ട് ട്രീറ്റർ റൂമിൽ വെച്ച് വേണം കുഞ്ഞുകുട്ടി ജനിച്ചു വീണ ഒരു കുഞ്ഞു കുട്ടിയുടെ മുതൽ പ്രായമായവരുടെ വരെ കേൾവിക്കുറവ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓ, അത് ശരി. അപ്പോൾ ഓഡിയോളജിസ്റ്റിന് വളരെ വലിയൊരു പ്രാധാന്യം തന്നെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അത് നമ്മുടെ സമൂഹം തിരിച്ചറിയണം. കാരണം നമ്മുടെ ഇന്നുള്ള ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകൾ ഉണ്ടാകുമായിരുന്നില്ല നേരത്തെ തന്നെ നമ്മുടെ കുട്ടികളെ അവരുടെ കേൾവിക്കുറവ് കുഞ്ഞിലെ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നെങ്കിൽ. കാരണം ഞാൻ വിദേശത്ത് 13-15 വർഷം ഓസ്ട്രേലിയയിലായിരുന്നു. അവിടെ ഇതേപോലെയുള്ള ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുകളില്ല. അവിടെ സ്പെഷ്യൽ സ്കൂളുകളുണ്ട്, പക്ഷെ അന്നേരം മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികളും അങ്ങനെയുള്ള ചില പ്രത്യേക കാറ്റഗറിയെ ഉദ്ദേശിച്ചാണ്. അല്ലാതെ കേൾവിക്കുറവ് കാരണം ഭാഷയിൽ കണ്ടമാനം പിന്നോക്കം പോകുന്ന കുട്ടികൾ വളരെ ചുരുക്കമാണ്. ഓ, ശരി. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്നു? കാരണം ഇത് നേരത്തെ കണ്ടെത്തുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി 1-2 കുട്ടികളെ ഉള്ളൂ. നമുക്കെല്ലാം നമ്മുടെ കുട്ടികളെ നമ്മുടെ പ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും ഈ കുട്ടികളിൽ നല്ല രീതിയിൽ ഭാഷ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ, ഇപ്പോൾ അനീഷിന്റെ കുട്ടി അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ 4 വയസ്സായ ശേഷവും കുട്ടി അച്ഛൻ അമ്മ എന്ന് പോലും പറയുന്നില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന സങ്കടം വാക്കുകൾക്ക് അതീതമാണ്. തീർച്ചയായിട്ടും അതാണ്. അതുകൊണ്ട് ഒരു ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ചെയ്യണം. വിദേശ രാജ്യങ്ങളിലൊക്കെ അത് ചെയ്യുന്നുണ്ട്. ഓ, ശരി. ഒരു മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്യണം. ഇപ്പം കാഴ്ച പരിശോധന ഒരു മാൻഡേറ്ററി ആയിട്ട് നടക്കുന്നുണ്ട് കുഞ്ഞുകുട്ടികൾ. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ABR എന്ന് പറയുന്ന ടെസ്റ്റാണ് വിദേശങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത്. നമുക്ക് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തിന്റെ നമുക്ക് എഫിഷ്യൻസി നന്നായിട്ട് കേൾക്കുന്നുണ്ടോ 35 ഡെസിബൽ എന്ന് പറയുന്ന ആ ഒരു ലെവലിട്ടാണ് നമ്മൾ ABR ടെസ്റ്റ് ചെയ്യുന്നത്. ഓട്ടോമേറ്റഡ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ്. അപ്പൊ നമുക്ക് ഫുൾ ഓഡിറ്ററി സിസ്റ്റത്തെ പറ്റി നമുക്ക് അറിയാൻ പറ്റും എന്ത് കാര്യം കുട്ടി കേൾക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ അതൊരു പ്രചാരത്തിൽ വന്നിട്ടുണ്ടോ സാർ? എങ്ങനെയാണ്? ഇതുവരെയും നമ്മുടെ കേരളത്തിൽ, ഞാൻ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ട് 3 വർഷമായി. നമ്മുടെ കേരളത്തിലെ മിക്ക ബർത്തിങ് ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് OAE എന്ന് പറയുന്ന ടെസ്റ്റാണ്. അങ്ങനെ ഒരു ടെസ്റ്റ് ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കും. ഡയഗ്നോസ്റ്റിക് ടൂളിന്റെ ഭാഗമായിട്ട് ഓഡിയോളജിസ്റ്റ് ഉപയോഗിക്കും കോക്ലിയർ ഫംഗ്ഷൻ അറിയാൻ വേണ്ടി. അത് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് കേൾവിയുടെ ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ് ടെസ്റ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഓ, ശരി. കാരണം
അത് കോക്ലിയ എന്ന് പറയുന്ന ഓർഗന്റെ എഫിഷ്യൻസി മാത്രം അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മാത്രമേ അറിയാൻ ഉപകരിക്കൂ. പക്ഷെ നമ്മുടെ ഓഡിറ്ററി നെർവ് ഇൻടാക്ട് ആണോ എന്ന് അതിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഓഡിറ്ററി ന്യൂറോപ്പതി സ്പെക്ട്രം ഡിസോർഡർ. നമ്മൾ കേൾവിക്കുറവ് പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉള്ള ഒരു 10% കുട്ടികളിൽ ഈ ANSD എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അപ്പോൾ OAE ചെയ്യുമ്പോൾ നല്ല റെസ്പോൺസ് കിട്ടും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് OAE ചെയ്തു, അപ്പോൾ എൻ്റെ കുട്ടി ന്യൂബോൺ ഹിയറിംഗ് സ്ക്രീനിങ്ങിൽ OAE ചെയ്തു, നല്ല എമിഷൻസ്, കുട്ടി പാസ്സായി. പക്ഷേ കുട്ടി 4 വയസ്സായിട്ട് സംസാരിക്കുന്നില്ല. ഓക്കെ സാർ, നമുക്ക് അതിലേക്ക് വരാം. ആദ്യത്തെ കോൾ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കാം. ഹലോ, മിഡി ടോക്കിലേക്ക് സ്വാഗതം. ഹലോ. നമസ്കാരം. ധാരാ വിളിക്കുന്ന പേര് പറയാമോ? എന്റെ പേര് രാജാവസൻ, പാലക്കാട്. ഓക്കെ, സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ. ഹലോ സാറേ. എന്തോ? അത് എനിക്ക് വയസ്സ് 54. അപ്പൊ നേരത്തെ കേൾവിക്കുറവിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കണ്ട് അത് ഓപ്പറേഷൻ കഴിഞ്ഞ എനിക്ക് വലതുചെവിയില്. വലതുചെവി കുഴപ്പമില്ല, ക്ലിയർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കേൾവിയൊക്കെ നല്ലതുണ്ട്. ഡോക്ടർ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോ കുഴപ്പമില്ല. ഈ ഇടത് ചെവിയിലും ചെറുതായിട്ടൊരു കേൾവിക്കുറവ് എനിക്കുണ്ട് ഇപ്പോ. പറഞ്ഞോളൂ. അപ്പൊ ഇടത് ചെവിയിലും ചെറുതായിട്ടൊരു കേൾവി കുറവുണ്ട്. അപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോ അതിലും ചെറുതായിട്ടൊരു കേൾവി 100% കുറവുണ്ട് പറഞ്ഞു. അപ്പൊ അതെന്താ ഇതിലും എങ്ങനെ വരാൻ കാരണം? ഈ കേൾവിക്കുറവ് ഡോക്ടറാണോ ടെസ്റ്റ് ചെയ്തത്, ഓഡിയോളജിസ്റ്റ് ആണോ ടെസ്റ്റ് ചെയ്തത്? ഓഡിയോളജിസ്റ്റ് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറെ കണ്ടതാണ്. ആണ്. അപ്പം ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കേൾവിക്കുറവ് ഇടത് ചെവിയിൽ ഉണ്ടായെന്ന് വിശദമാക്കി തന്നായിരുന്നോ? അത് ഞാൻ ഒരു ഓഡിയോ ഒരു മൈക്കൊക്കെ വെച്ച് ഒരു സംസാരിക്കാൻ പറഞ്ഞ കേൾവിക്കുറവൊക്കെ നോക്കിയതാണ്. അപ്പൊ വലത് ചെവി ഓപ്പറേഷൻ ചെയ്ത് ക്ലിയർ ആണ്, കുഴപ്പമില്ല. വലത് ചെവിയിൽ കുറവുണ്ട് പറഞ്ഞത്. അപ്പൊ എനിക്ക് ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടുള്ള കേൾവിക്കുറവാണെന്ന് അറിഞ്ഞാലേ ഉള്ളൂ എനിക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്: ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. മിക്കവാറും വലത് ചെവിയിൽ ഡോക്ടർ സർജറി കൊണ്ട് പരിഹരിച്ചു എങ്കിൽ ആ പ്രോബ്ലം ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടായിരിക്കാം. അപ്പം അത് ഇയർ ഡ്രമ്മിന്റെ പെർഫറേഷൻ കൊണ്ടുള്ള പ്രശ്നമാണോ, അതോ ചെവിയുടെ മധ്യഭാഗത്തുള്ള മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 അസ്ഥികൾ ഡിസ്ലോഡ്ജ് ആയിട്ട് അത് ബ്രേക്ക് ആയിട്ട് അത് പരിഹരിച്ചതാണോ, എനിക്ക് വ്യക്തം അറിയില്ല. അപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാലേ ഉള്ളൂ എനിക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് മറുപടി പറയാൻ പറ്റുള്ളൂ. ശരി. പിന്നെ നമ്മൾ ഗൾഫിലെ ജോലി, അപ്പൊ ഫ്ലൈറ്റിൽ വരുമ്പോ ചെറുതായിട്ടൊരു കാതൊക്കെ ഒരു വേദനയുണ്ട്. കാതടക്കിയ കാത് വേദന. അത് ഇത്രയും എനിക്ക് കൊണ്ട് ഞാനിപ്പോൾ 10 പ്രാവശ്യം പോയിട്ട് വന്നതാണ്. അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോൾ കാത് പെട്ടെന്ന് വേദനയും ഇതൊക്കെ ഭയങ്കരമായിട്ട് വന്നു. അത് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ഈസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബാണ് നമ്മുടെ മിഡിൽ ഇയറിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ട്യൂബുണ്ട്. അതാണ് നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തെ പ്രഷർ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ട്യൂബ്. അത് സാധാരണഗതിയിൽ അത് അടഞ്ഞാണ് ആ ട്യൂബ് ഇരിക്കുന്നത്. നമ്മൾ സ്വാളോ ചെയ്യുക, ഇപ്പൊ ഒരു ചൂയിങ്ങോ അല്ലെങ്കിൽ ഒരു മിഠായിയോ വായിലിട്ടിട്ട് നമ്മൾ സ്വാളോ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ ഉമ്മിനീര് ഇറക്കുവാണെങ്കിൽ ആ ഈസ്റ്റേഷ്യൻ ട്യൂബ് തുറന്നു വരുമ്പോൾ നമ്മുടെ പ്ലെയിന്റെ ക്യാബിന്റെ പ്രഷറും നമ്മുടെ ചെവിയുടെ മധ്യഭാഗത്തെ പ്രഷറും ഈക്വൽ ആകുമ്പോൾ നമുക്ക് ആ വേദന നമുക്ക് ഒഴിവാകും. ഈ ക്യാബിന്റെ പ്രഷറും ചെവിയുടെ മധ്യഭാഗത്തെ പ്രഷറും കണ്ടമാനം വ്യത്യാസം ആയിരിക്കുമ്പോഴാണ് നമുക്ക് വേദനയുണ്ട്. അപ്പൊ ഞാൻ പ്ലെയിനിൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഞാൻ തുടർച്ചയായിട്ട് ഉമ്മിനീര് ഇറക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ചെയ്യുകയാണെങ്കിൽ ചേട്ടന് മിക്കവാറും ആ വേദന നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഫ്ലൈറ്റിൽ വരുമ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലുമാണ് പ്രഷർ ക്യാബിനിൽ ശരിയാവുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, വളരെ എളുപ്പം. പലർക്കും അറിയാമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ കുഞ്ഞു കുട്ടികളെല്ലാം കരയുന്നത് ചേട്ടൻ ശ്രദ്ധിച്ചു കാണും പ്ലെയിനിൽ ടേക്ക് ഓഫിലെയും ലാൻഡ് ചെയ്യുന്നത്. പക്ഷെ മുല കുടിക്കുന്ന കുട്ടികൾ ആരും കരയില്ല. കാരണം ഓരോ പ്രാവശ്യം ഒരു മുലപ്പാൽ ഇറക്കുമ്പോൾ അവരുടെ ചെവിയുടെ മധ്യഭാഗത്തെ പ്രഷർ ഈക്വലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അറിയാവുന്ന അമ്മമാര് അന്നേരം മുലപ്പാൽ കൊടുക്കും കുഞ്ഞു കുട്ടികളിൽ. അറിയാൻ മേലാത്തവര് കുട്ടി കരയുമ്പോ എന്താ കരയുന്നതെന്ന് അവർക്ക് അറിയില്ലാതെ വരും. താങ്ക് യു. ഓക്കെ ചേട്ടാ, അപ്പൊ വിളിച്ചതിന് അതിയായ സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇനി എനിക്ക് അറിയേണ്ടത് കേൾവിക്കുറവിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? കേൾവിക്കുറവ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് ഹിയറിംഗ് ലോസ്. ഒരു കുട്ടി ജനിക്കുമ്പം പല സിൻഡ്രോംസ് ഉണ്ട്. വാണ്ടർബർഗ് സിൻഡ്രോം, ഉഷർ സിൻഡ്രോം, അങ്ങനെ ആ സിൻഡ്രോംസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ട്.
ഓ അത് ശരി. അപ്പം പെർമനന്റ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അതെ, അത് പോയത് പോയി. അതാണ് പെർമനന്റ് ഹിയറിംഗ് ലോസ്. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ഒരു മരുന്നും ഈ പെർമനന്റ് ഹിയറിംഗ് ലോസിന് ലഭ്യമല്ല. ഓ അത് ശരി. അത് ജന്മനാ സംഭവിക്കുന്നതാണോ? ഈ സിൻഡ്രോംസ് അസോസിയേറ്റഡ് വിത്ത് അതെ, അത് ജന്മനാല് സംഭവിക്കും. ഓ അത് ശരി, അത് ശരി. പിന്നെ പ്രായം കൊണ്ടും നമുക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. അതെ അതെ, പ്രായം കൊണ്ട്, ഡീജനറേഷൻ കൊണ്ടും. അതെ, അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണെങ്കിൽ അതിന് മരുന്നില്ല. ഓ അത് ശരി. ഓക്കെ ഡോക്ടർ, നമുക്ക് അതിലേക്ക് ഒരു അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ടായിരുന്നു, നോക്കാം. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഹലോ. ഹലോ, ഹായ് ഡോക്ടർ. നമസ്കാരം. ധാരാ വിളിക്കുന്ന, പേര് പറയാമോ? ഞാൻ താജുദ്ദീനാണ്, സൗദി അറേബ്യയിൽ നിന്നാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ, സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ. ഞാൻ ഒരു 3 മാസം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു ദിവസം രാത്രി ഒരു ചെവി അടഞ്ഞ മാതിരി ഫീൽ ചെയ്തു. അപ്പോ ഫസ്റ്റ് ഡേ അത് യൂഷ്വലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. പിന്നെ സെക്കൻഡ് ഡേയിൽ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. അത് ഒരു ഇൻഫെക്ഷൻ എന്നുള്ള രൂപത്തിൽ ഡയഗ്നോസ് ചെയ്തു സെക്കൻഡ് ഡേയില്. പിന്നെ 2 ദിവസം ആന്റിബയോട്ടിക് കഴിച്ചു. തേർഡ് ഡേ ഞാൻ വേറെ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പൊ പറഞ്ഞ എന്റെ അടുത്ത് ഇത് പ്രോബ്ലി എന്താ പറയുക ഒരു നെർവസ് ഡിസോർഡർ ആയിരിക്കും, പെട്ടെന്ന് ചെന്നിട്ട് ഒരു MRI ഓഡിയോഗ്രാം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഓഡിയോഗ്രാം ചെയ്തപ്പോ എന്റെ ഹിയറിംഗ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 85 ഡെസിബിൾ ആയിരുന്നു. അപ്പൊ സിവിയർ ലോസ്. പിന്നെ MRI ചെയ്ത് MRIയില് കാര്യമായിട്ടൊന്നും കണ്ടില്ല. അപ്പൊ അതോട് കൂടിയിട്ട് എനിക്ക് അവര് ഒരു 30 mg സ്റ്റെറോയിഡില് സ്റ്റാർട്ട് ചെയ്തു, സ്റ്റെറോയിഡ് ടാബ്ലറ്റ്സ്. ടാപ്പറിംഗ് ഡോസ് ഫസ്റ്റ് 2 days 30 mg, ദെൻ ആഫ്റ്റർ 25 days അങ്ങനെ അത് ടാപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്നു. നാട്ടിൽ നിന്ന് ഫർദർ ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ അതിന്റെ ഡോസേജ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇന്റർവേനിയസ് ആയിട്ട് മറ്റേ ഒരു 1 ഗ്രാമിന്റെ സ്റ്റെറോയിഡ് കയറ്റി. അങ്ങനെ അതിനുശേഷം ഒരു 2 ആഴ്ചത്തേക്ക് ശേഷം ഈ ഒരു 85 എന്നുള്ളത് ഒരു 65-ലെത്തി. വെരി ഗുഡ്. 65. അതിനുശേഷം പിന്നെ അത് ഗ്രാജുവലായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് ഏകദേശം 47-ലെത്തി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേൾവിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കേൾവി എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയാ ഒരു കോൺസ്റ്റന്റ് പ്രഷർ, ഒരു ലെഫ്റ്റ് ഇയറിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരു കോൺസ്റ്റന്റ് പ്രഷർ, പിന്നെ ഒരു ചിലപ്പോ എന്താ പറയാ നമ്മള് ടിനിറ്റസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ചില സമയത്ത് അതിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഇറിറ്റേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ കൂടുതൽ, ചില ദിവസങ്ങളിൽ അതിന് ഇന്റൻസിറ്റി കുറവായിരിക്കും, ചില ദിവസങ്ങളിൽ അത് അറിയാൻ തന്നെ പറ്റില്ല. ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷനിൽ എനിക്കത് കുറച്ച് കൂടുതലായിട്ട് ആ ഒരു കോൺസ്റ്റന്റ് പ്രഷർ ഫീലിംഗ്, അതാണ് ടിനിറ്റസ്. ആ മൂളയിലും എന്താ പറയാ ഒരു മുഴക്കമുള്ളതിനായിട്ട് കൂടുതലായിട്ട് ഒരു പ്രഷറാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാണ്ട്. അപ്പൊ 2 ആഴ്ചക്ക് ശേഷം പിന്നെ ട്രീറ്റ്മെന്റുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ സ്റ്റെറോയിഡ് എല്ലാം നിർത്തി. അപ്പൊ അത് എന്റെ ഡയബറ്റിക് എഫക്ട് ചെയ്തു. അത് ഡയബറ്റിക് കുറച്ച് ഷൂട്ടപ്പ് ചെയ്തു. അപ്പൊ അത് ഞാൻ ഫുഡും ഡയറ്റും പിന്നെ എക്സസൈസ് ഒക്കെ ആയിട്ട് കുറച്ച് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ചെയ്യാനുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് ഇപ്പൊ എന്നോട് പറഞ്ഞത്. കാരണം ഇത് ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. ഈ പെർമനന്റ് ഹിയറിംഗ് ലോസിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറയുന്നത് സഡൻ ഹിയറിംഗ് ലോസ് ആണ്, സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ചേട്ടനുണ്ടായത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വൈറൽ അറ്റാക്ക് കൊണ്ട് ഹിയറിംഗ് ലോസ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ജനം തിരിച്ചറിയണം. ഇപ്പൊ നാളെ രാവിലെ എനിക്ക് പറയാം എന്റെ വലത് ചെവിയിൽ പെർമനന്റ് ഹിയറിംഗ് ലോസ് വൈറൽ അറ്റാക്ക് കൊണ്ടുണ്ടാകാം. ഇങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരിക്കലും ഡിലേ ആക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ട് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് തുടങ്ങണം. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് വീക്ക് ലാപ്സ് ആക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റി. ആ കേൾവി നഷ്ടപ്പെട്ടത് 85 ഡെസിബൽ, അത് PTA ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പ്യൂർ ടോൺ ആവറേജ്. അതിൽ നിന്നും നമുക്ക് ഏകദേശം നിയർ നോർമലിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും. കാരണം ചേട്ടൻ അത് പെട്ടെന്ന് ഇന്റർവ്യൂ ചെയ്തതുകൊണ്ടാണ്. അത് 2 ആഴ്ച ഡിലേ ആക്കിയിരുന്നെങ്കിൽ അത് 85-ൽ തന്നെ നിന്നാനെ. അത് പെർമനന്റ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന നേച്ചറിലോട്ട് പോയേനെ. അതുകൊണ്ട് ജനങ്ങൾ തിരിച്ചറിയണം, പെട്ടെന്ന് നിങ്ങൾക്കൊരു കേൾവി പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നോ കണ്ടമാനം ഒരു ചെവിയിൽ താന്നു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ സമയം ശകലം പോലും ലാപ്സ് ചെയ്യരുത്. നേരത്തെ തന്നെ ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ട് സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ് വളരെ ഹെവി ഡോസ് ആണ് തരുന്നത്. അതിലൂടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറെയെങ്കിലും കേൾവി ശക്തി തിരിച്ചു പിടിക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം ചോദിച്ചത് ടിനിറ്റസ് എന്ന് പറയുന്നത് അതിന് ഒരു മരുന്ന് റെമഡി ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനെ ഇഗ്നോർ ചെയ്യുക, ആ ശബ്ദം അവിടെ ഇല്ലെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴത്തെ നമ്മുടെ ചെറിയ തലമുറ അല്ലെങ്കിൽ യുവാക്കൾ അനുഭവിക്കാൻ പോകുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഇതാണ് DJ പോലെയുള്ള
120 ഡെസിബിൾ സൗണ്ടിലും 130 ഡെസിബിൾ സൗണ്ടിലും ഇങ്ങനെ ബൊമ്പാഡ് ചെയ്യപ്പെടുന്ന പരിപാടിക്ക് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കെല്ലാം ഈ ടിനിറ്റസ് ഒരു കുറച്ച് ദിവസത്തേക്കെങ്കിലും ഉണ്ടാവും. അതൊരു നോർമലിലോട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ നോർമലിലോട്ട് വരും. പക്ഷേ അമിത ശബ്ദത്തിൽ തുടർച്ചയായിട്ട് പാട്ടുകളും പെർഫോമൻസിലും പങ്കെടുക്കുന്ന ആൾക്കാർ ഒരു പെർമനന്റ് ഫീച്ചറായിട്ട് വരും. അത് ചീവീടിന്റെ ശബ്ദമാകാം ടിനിറ്റസ്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴുകുന്ന പോലെയുള്ള ഒരു ശബ്ദമാകാം. അങ്ങനെ പല രീതിയിലാണ് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ. അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലേ സാർ? അത് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ചെവിയിലോട്ട് പോകുന്ന ശബ്ദത്തെ നമുക്കൊരു ഹരമാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ശബ്ദം എന്ന് പറഞ്ഞ ഒരു ഹരമാണ്. പക്ഷെ ഇതിനൊരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് ഹിയറിംഗ് ലോസ്. നമ്മുടെ കോൾ ഡ്രോപ്പേഴ്സ് നമുക്ക് ഇനി ഒരു ചെറിയ ബ്രേക്കിനുള്ള സമയമാണ്. ശേഷം കൂടുതൽ കാര്യങ്ങൾ അറിയാം. എടുക്കാൻ വേണ്ടി ടോക്കിൽ ഒരു ചെറിയ ഇടവേള. മെഡിടോക്ക് തുടരുന്നു. നമ്മുടെ ഇന്നത്തെ മെഡിടോക്ക് ചർച്ച ചെയ്യുന്ന വിഷയം കേൾവിക്കുറവും പരിഹാര മാർഗ്ഗങ്ങളും. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് സംശയവും താഴെ കാണുന്ന നമ്പറിൽ 2 മണി വരെ ഞങ്ങളെ വിളിച്ച് ചോദിക്കാം. ഇന്ന് ഇതേക്കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു കോട്ടയം ഇൻഡോ ഓസ്ട്രേലിയൻ ഹിയറിംഗ് സെന്ററിലെ പ്രിൻസിപ്പൽ ഓഡിയോളജിസ്റ്റായ ശ്രീ സലിമോൻ ജോസഫ് സാർ. അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സാർ, അതുപോലെ തന്നെ ഈ കേൾവിക്കുറവിന്റെ പരിശോധനാ മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, അതിനെക്കുറിച്ചുകൂടി ഒന്ന് പറയൂ. നമ്മൾ സൗണ്ട് ട്രീറ്റഡ് റൂമിലാണ് ഈ കേൾവി പരിശോധിക്കുന്നത്. അപ്പോൾ കൊച്ചുകുട്ടികൾ, അപ്പം 0 വയസ്സ് മുതൽ 6 മാസം വരെയുള്ള കുട്ടികളുടെ ആണെങ്കിൽ നമ്മൾ ABR ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ്, പിന്നെ ASSR ഓഡിറ്ററി സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. കുട്ടി ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഈവൻ വിഷ്വലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ല, അത് സൗണ്ട് ട്രീറ്റഡ് റൂമിൽ ഒരു കുട്ടിയുടെ കേൾവി പരിശോധിക്കുന്നതും ഒരു അഡൽട്ടിന്റെ കേൾവി പരിശോധിക്കുന്നതും അത് പ്യൂട്ടോൺ ഓഡിയോമെട്രി, അത് ഓഡിയോമീറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അത് തീരെ കൊച്ചു കുഞ്ഞിന്റെ അല്ല, അതൊരു 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ആ പ്രായത്തിലുള്ള കുട്ടിയുടെ ഓഡിയോമീറ്ററിന്റെ സഹായത്തോടു കൂടി പ്ലേ ഓഡിയോമെട്രിയിലൂടെ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പിന്നെ അഡൽറ്റിൻ്റെത് ഒരു ശബ്ദം കേൾക്കുമ്പോൾ അഡൽറ്റ് ബട്ടൺ ഞെക്കുന്നു. ആ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഈ കേൾവി പരിശോധനയിൽ തന്നെ എയർ കണ്ടക്ഷൻ ടെസ്റ്റും ബോൺ കണ്ടക്ഷൻ ടെസ്റ്റും ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസിന്റെ ഒരു ഭാഗം ബോൺ കണ്ടക്ഷൻ ടെസ്റ്റ്, അതായത് നമ്മൾ സാധാരണ കേൾക്കുന്നത് ഈ ചെവിയിലൂടെയുള്ള ഒരു പാത്ത് വേ ഉണ്ട്. അതുകൂടാതെ ചെവിയുടെ പുറകിൽ ഒരു മസ്റ്റോയിഡ് ബോണിൽ നമ്മൾ ഒരു ബോൺ കണ്ടക്ടർ വെച്ചിട്ട് അതിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മൾ ചെവിയുടെ മധ്യഭാഗത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് കോക്ലിയയിൽ നിന്നുള്ള റെസ്പോൺസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, സൈറ്റ് ഓഫ് ലീഷൻ എന്നാണ് ഓഡിയോളജിസ്റ്റ് പറയുന്നത്, ഏത് ഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണ് ഈ കേൾവിക്കുറവ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടെത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് ഓഡിയോളജിസ്റ്റ്. അത് അറിഞ്ഞാലേ ഉള്ളൂ നമുക്ക് അടുത്ത സ്ട്രാറ്റജി എന്താണ്. ഇപ്പം പെർമനന്റ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പറ്റിയല്ല, ശ്രവണ സഹായിയുള്ളൂ മാർഗമുള്ളൂ. അത് കണ്ടമാനം കേൾവിക്കുറവാണ്. ഒരു പ്രൊഫൗണ്ട് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ ശ്രവണ സഹായി കൊണ്ടും പ്രയോജനമില്ല എങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റോട് കടക്കുകയാണ് ചെയ്യുന്നത്. വിദേശങ്ങളിലൊക്കെ 1 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഇന്റർവെൻഷൻ തുടങ്ങും. അതുകൊണ്ടാണ് കോക്ലിയർ ഇംപ്ലാന്റ് വെച്ച കുട്ടികൾ പോലും നല്ല രീതിയിൽ അവിടെ സ്ഫുടതയോടുകൂടി സംസാരിക്കുന്നത്. ഇത് 25 വയസ്സ് വരെ കാത്തിരുന്നാൽ ഒരു കാരണവശാലും ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്ന സമയം കൂടിയാണ് ഈ കുഞ്ഞിലെ എന്ന് പറയുന്നത് അല്ലെ, ആ ഒരു വളർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ്. വളരെ ശരിയാണ്. കാരണം 5 വയസ്സ് വരെയുള്ള പ്രായം എന്ന് പറയുന്നത് ബ്രെയിന്റെ പ്ലാസ്റ്റിസിറ്റി വളരെ ഹൈ ആയിരിക്കുന്ന സമയമാണ്. സ്പോഞ്ച് പോലെയാ കുട്ടികൾ, എന്ത് കേട്ടാലും മിമിക് ചെയ്യും. ആ പ്രായത്തിൽ ഇപ്പം ഞാൻ ഏത് കുടുംബത്തിൽ വളർന്നാൽ പോലും, ഒരു തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിൽ ഞാൻ വളർന്ന, ഞാൻ ഭംഗിയായിട്ട് ആ 0 മുതൽ 5 വയസ്സ് വരെ അത്യാവശ്യം തമിഴ് വാക്കുകളെല്ലാം ഞാൻ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യും. ഒരു ഫ്രഞ്ചുകാരന്റെ വീട്ടിലാണെങ്കിൽ ഫ്രഞ്ച് ഞാൻ സംസാരിക്കും. അതുകൊണ്ട് ആ പ്രായം, അതായത് 1 വയസ്സിലെങ്കിലും നമ്മൾ കുട്ടിക്ക് കേൾവിക്കുറവുണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ഒരു പ്രോപ്പർ ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഒരിക്കലും വെച്ച് താമസിപ്പിക്കരുത്. തീർച്ചയായിട്ടും അതിന്റെ പ്രാധാന്യം കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം വിരൽ ചൂണ്ടുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കേരളം 60 വർഷം പിറന്നിട്ട് 60 വർഷമായെങ്കിൽ നമുക്കിനി നമ്മുടെ കുട്ടികൾ കേൾവിക്കുറവുണ്ടെങ്കിൽ പോലും ആ സംസാരത്തിൽ പിന്നോക്കം പോകരുത്. നമ്മുടെ ഒരു കുട്ടി, നമുക്ക് 33 മില്യൺ ജനങ്ങളുള്ള ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ, ഓസ്ട്രേലിയൻ പോപ്പുലേഷനേക്കാളും കൂടുതലാണെന്ന് വിചാരിക്കണം ഈ കേരള പോപ്പുലേഷൻ. നമുക്ക് പിള്ളേർക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ നടത്തുവാണെങ്കിൽ നമ്മുടെ കുട്ടികളെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് സംസാരിപ്പിക്കാൻ മലയാളം. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഇനിയെങ്കിലും ഒരു ചെവി കേൾക്കാൻ പാടില്ലാത്ത ആളും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും എന്റെ എനർജിയും എന്റെ റിസോഴ്സും എനിക്കറിയാവുന്ന എക്സ്പീരിയൻസും കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ ഞാൻ കൊടുക്കാൻ സന്നദ്ധനാണ്, ഫ്രീ ആയിട്ട്. ഒരു വലിയ മനസ്സാണ്. നമുക്ക് അടുത്ത കോൾ വെയിറ്റിംഗിലാണ്. ആരാ നോക്കാം. ഹലോ, മെഡിടോക്കിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. ധാരാളം വിളിക്കുന്ന പേര് പറയൂ. എന്റെ പേര് ഉമേഷ് എന്നാണ്. എവിടെന്നാ ഉമേഷ് വിളിക്കുന്നത്? ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിളിക്കുന്നു. ആയിക്കോട്ടെ, സംശയം പറഞ്ഞോളൂ സാറിനോട്. പറഞ്ഞോളൂ സാർ. അതെ,
എന്റെ ചെറുപ്പത്തിലെ തുടങ്ങിയാണ് എനിക്ക് ചെവിട് പൊട്ടിയൊലിക്കുക. ഉറക്കെ പറയാമോ? സാറേ ഞാനേ ചെറുപ്പത്തിൽ തുടങ്ങിയ ചെവിട് കൊടുങ്ങല്ലൂർ പഠിക്കുന്നത്, കൊടുങ്ങല്ലൂർ ചെവിട് പൊട്ടിയൊലിക്കുന്നത്, ഇങ്ങനെ 2 ചെവിടും പൊട്ടിയൊലിക്കുന്നു. അപ്പൊ രണ്ട് ചെവിടും പൊട്ടി ഒലിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഓപ്പറേഷൻ ചെയ്തു, ഒരു 6-7 വർഷം മുമ്പ് ഒരു ചെവിടെ ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ അതും സക്സസ് ആയില്ല, പിന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയാണ്. കേൾവി ചെറുതായിട്ട് കുറഞ്ഞു തുടങ്ങി. എനിക്ക് മനസ്സിലാവും ഈ കണ്ടീഷൻ. അത് മെഡിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമുള്ള ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ ഇയർ ഡ്രമ്മിന് സുഷിരമുണ്ടായിട്ട് പഴുപ്പ് ഒലിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ 2 ചെവിയിലും. ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലതാത്തി കുളിക്കാൻ പറ്റത്തില്ല, പിന്നെ കേൾവി കുറവും ഉണ്ടാവും. ഈ നമുക്ക് ഇയർ ഡ്രമ്മിന് സുഷിരമുള്ളത് കൊണ്ടും പഴുപ്പ് വരുന്നത് കൊണ്ടും. അപ്പോൾ ഒരു സർജറിയാണ് ഇതിനുള്ള പരിഹാര മാർഗം. ഒരിക്കൽ സർജറി ചെയ്തു, അത് സക്സസ്ഫുൾ ആയില്ല, രണ്ടാമത് ഒരു അറ്റംപ്റ്റും കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കറിയാലോ എന്റെ ഡിസ്കംഫോർട്ട്, പഴുപ്പ് വളരെ സ്മെല്ലി ആവും ചില സമയത്ത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഓപ്പറേഷൻ നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഒരു സംശയം, ഇത് കീ ഹോൾ വല്ലതും ചെയ്യാൻ പറ്റും? അങ്ങനെ വല്ല ഓപ്പറേഷൻ എങ്ങനെ കീ ഹോൾ ആയിട്ട് വല്ലതും ചെയ്യാൻ പറ്റും? ഇതിപ്പോ പൊളിച്ചാണ്, ബാക്ക് സൈഡ് കംപ്ലീറ്റ് പൊളിച്ചാണ് ചെയ്തത്. ആണ് ഓക്കെ. ഇത് ഏത് കണ്ടീഷനാണ്? ഇത് വെറും ഒരു ഇയർ ഡ്രമ്മിന് പെർഫറേഷൻ മാത്രമാണോ അതോ കൊളസ്റ്റിയോട്ടോമയാണോ? ഏത് കണ്ടീഷനാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമോ? അത് ഏത് കണ്ടീഷൻ? ശരിക്കും എന്റെ ചെവിടുന്ന് ഞാൻ ശരിക്കും പഴുപ്പ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പഴുപ്പ് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടാണ് സാറ് ചെയ്യുന്നതാണ്. പക്ഷെ പഴുപ്പ് മാറാണ്ട് ഒരിക്കലും ഞാൻ വേറെ മെഡിക്കൽ കോളേജിൽ സർജറി ആയിട്ട് കാണിച്ചപ്പോ സർജൻ പറഞ്ഞു വെച്ചാല് പഴുപ്പ് മാറാണ്ട് ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യരുതായിരുന്നു. പഴുപ്പ് മാറാണ്ടാണ് പുള്ളി ചെയ്തത്. അപ്പൊ അതിന്റെ നിക്കില്ല, പോള വെച്ചത് നിക്കില്ല. കറക്റ്റ്, ആ ചെയ്തത് കറക്റ്റ് ആയിട്ടില്ല. പഴുപ്പെല്ലാം മാറ്റി, അത് ഇൻഫെക്ഷൻ എല്ലാം മാറ്റി, അതിനുള്ള ആന്റിബയോട്ടിക് എല്ലാം കൊടുത്ത ശേഷം അതെല്ലാം സ്റ്റെബിലൈസ് ചെയ്ത ശേഷമാണ് സാധാരണഗതിയിൽ സർജറി ചെയ്യുന്നത്. ഞാനൊരു സർജൻ അല്ല, എന്റെ അറിവനുസരിച്ച് ഞാൻ ENT ഡിപ്പാർട്ട്മെന്റുമായിട്ട് വളരെയേറെ അടുത്ത് ഇടപെടുന്ന ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റാണ് ഓസ്ട്രേലിയയിൽ 8 വർഷം വർക്ക് ചെയ്തത്. എന്റെ ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇൻഫെക്ഷൻ ആദ്യം കൺട്രോൾ ചെയ്ത ശേഷം വേണം ആ ഭാഗം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആയിരിക്കാം. ഇപ്പൊ ഈ ഹോമിയോ കഴിക്കുന്നുണ്ട്, കുറെ ഗുളിക കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണാണ് എനിക്കൊരു പേടി. കഴിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണുന്നുണ്ടോ? ഒരാഴ്ച 2 ആഴ്ച ഒലിക്കാണ്ടൊക്കെ ഇരിക്കും. എനിക്കറിയില്ല ഹോമിയോയുടെ അതിന്റെ എഫക്റ്റീവ്നെസ് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ മെഡിക്കൽ മാനേജ്മെന്റ് ആണ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടിയോ? ഒരു മറ്റേ രണ്ടാമത് ഡോക്ടറെ കണ്ട ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കിട്ടിയോ? അപ്പൊ സാറ് പറഞ്ഞു വെച്ചാൽ മെഡിക്കൽ സാർ പറഞ്ഞു വെച്ചാൽ 80% സക്സസ് ആവുന്നുള്ളൂ, 80% ഉറപ്പുള്ളൂ ആള് പറഞ്ഞു വെച്ചാലേ 20% ആവുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് ഈ സാധനം പഴുപ്പുള്ള കാരണം നിൽക്കില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും ഒരു ഡോക്ടർ 100% ഉറപ്പ് പറയത്തില്ല. കാരണം ഇതിന്റെ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ഈ സർജറി ചെയ്ത ശേഷം ചിലപ്പോൾ ഫെയിൽ ആകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ഒരു പാച്ച് വെച്ചിട്ട് ഈ ഇടം അടച്ചു കഴിയുമ്പോൾ അതിന്റെ തുള അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം നല്ല തുമ്മലുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നമ്മൾ വയലന്റ് ആയിട്ടൊന്ന് തുമ്മിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാച്ച് വിട്ടുപോകും. അപ്പോൾ വളരെ ആരും തന്നെ എനിക്ക് സാറേ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ എനിക്ക് എന്റെ തുമ്മന്റെ ഗുളിയാണ്, അലർജിയുടെ ഗുളിയാണ്. അലർജി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ അത് ശരിക്കും പറയാൻ ഒരു 2 മാസം 3 മാസം കടുപ്പിച്ച് കഴിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്താ പറയാ തുമ്മൽ വയനായിട്ട് തുമ്മലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓപ്പണായിട്ട് ശരിക്കും വയനായിട്ട് തുമ്മും, ശരിക്കും വയറ് ശബ്ദത്തോട് തുമ്മും. ഓക്കെ, ഇത്രയും തുമ്മലുള്ളപ്പോ സർജറി ചെയ്യാതിരിക്കുന്ന നല്ലത്. കാരണം അതിന്റെ സക്സസ് റേറ്റ് വളരെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് കീ ഹോൾ ചെയ്യാൻ പറ്റും? കീ ഹോൾ പോലെ എങ്ങനെ? എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ചെവിയുടെ കേസിൽ. ഓക്കെ, താങ്ക് യു. ഓക്കെ ഉമേഷ്, അപ്പോൾ വിളിച്ചല്ല സന്തോഷം, സംശയം മാറുമെന്ന് വിശ്വസിക്കുന്നു. സർ, അതുപോലെ തന്നെ ഇന്ന് കേൾവിക്കുറവ് പരിഹരിക്കാനായിട്ട് ഓഡിയോളജിസ്റ്റിന് വളരെ വലിയൊരു റോള് തന്നെയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഒരു ശാസ്ത്രശാഖയെ പറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓഡിയോളജി എന്താണ്, ഓഡിയോളജിസ്റ്റിന്റെ റോൾ എന്താണ്, ഇതേക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം എന്താണ്, അതേക്കുറിച്ചുകൂടെ ഒന്ന് പറയൂ സർ. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടില് നമ്മുടെ ആൾക്കാരൊരു വിചാരം ഡോക്ടറാണ് എല്ലാ അസുഖങ്ങളുടെയും പരിഹാരം എന്നൊരു തെറ്റിദ്ധാരണ. എൻ്റെ അമ്മയ്ക്ക് പോലും ചിലപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്. ആ പഴയ ഓർത്തഡോക്സ് ചിന്താഗതിയാണ്. ഒരു വെർട്ടിക്കൽ സ്പെഷ്യലൈസേഷൻ, അതുകൊണ്ടാണല്ലോ സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, ഓഡിയോളജിസ്റ്റ് ഉണ്ട്, പിന്നെ ഓരോന്നിനും ഇപ്പം ഗൈനക്കോളജി, ഡെന്റലിന് തന്നെ ഓരോ സ്പെഷ്യാലിറ്റി. അപ്പം ഇത് ജനങ്ങൾ അറിയണം.
പിന്നെ ജനങ്ങൾ പലപ്പോഴും കാണുന്നുണ്ട് ഡോക്ടർമാർ ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് ഇങ്ങനെ അടിക്കുന്നതും അതിലൂടെ ഓക്കെയാന്ന് പറയുന്നതും. അതല്ല കേൾവി പരിശോധന. അതറിയാൻ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണോ അതോ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണോ എന്ന് പറഞ്ഞാൽ ചെവിയുടെ മധ്യഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണോ ഈ കേൾവിക്കുറവ് അതോ ചെവിയുടെ ഉൾഭാഗത്തെ പ്രോബ്ലം കൊണ്ടാണോ കേൾവിക്കുറവ് എന്നൊരു ചെറിയ ധാരണ കിട്ടാൻ പറ്റും. കാരണം ENTയുടെ ചെവിയുടെ മധ്യഭാഗത്താണെങ്കിൽ അവർക്ക് മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റും, ആന്റിബയോട്ടിക്സോ കാര്യങ്ങളോ ആണെങ്കിൽ. അപ്പോൾ അവിടെ നമുക്ക് ഇൻഫെക്ഷനാണ് ചെവിയുടെ മധ്യഭാഗത്ത്. ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് അവർ കേൾവി പരിശോധിക്കുകയല്ല. കേൾവി പരിശോധിക്കണമെങ്കിൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വരണം. 250 ഹെർട്സ് മുതൽ 8000 ഹെർട്സ് വരെയുള്ള പിച്ചുകളുടെ ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അത് കണ്ടെത്തിയ ശേഷം ഒരു ഓഡിയോഗ്രാം എന്ന് പറയുന്ന ഗ്രാഫ് വലത് ചെവിയുടെയും ഇടത് ചെവിയുടെയും നമ്മൾ പ്ലോട്ട് ചെയ്യും. ഈ പ്ലോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇങ്ങനെ പ്രോഗ്രാം ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അനീഷ് എന്നോടൊരു വാക്ക് പറയുന്നു, ഇത്തിത്താനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിത്താനം എന്ന് കേൾക്കും, അല്ലെങ്കിൽ ഞാൻ പട്ടിത്താനം എന്ന് ചിലപ്പം കേൾക്കും. ഈ കുട്ടിയോട് അല്ലെങ്കിൽ ഒരു മറ്റുള്ള വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് 2-way കമ്മ്യൂണിക്കേഷൻ. ഞാൻ പറയുന്നതിന്റെ ഫുൾ അർത്ഥത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ മറ്റൊരാൾ കേൾക്കുമ്പോൾ മാത്രമേ 2-way കമ്മ്യൂണിക്കേഷൻ ആവുന്നുള്ളൂ. നമ്മുടെ സാമൂഹ്യ സുരക്ഷാ മിഷനിലും സർവശിക്ഷാ അഭിയാനിലും ഞാൻ പോയിട്ടുണ്ട്. സാമൂഹ്യ സുരക്ഷാ മിഷനിൽ 5 പ്രാവശ്യം. അവിടെ ചെയ്യുന്നത് ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലല്ല കേൾവി പരിശോധിക്കുന്നത്. ഒരു ക്യാമ്പ്, വലിയൊരു ഹാള് ഹയർ ചെയ്തിട്ട് ഭയങ്കര ആംബിയൻ നോയ്സ്, ഒരു 10-300 ആൾക്കാർ കാണും. അവിടെയാണ് ഈ ഓഡിയോളജിസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിനെ കൊണ്ട് കേൾവി പരിശോധിപ്പിക്കുന്നത്. വളരെ തെറ്റായ രീതിയിലാണ് പരിശോധനകൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? റിസൾട്ട് റോങ് അല്ലേ? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കിട്ടുന്ന റിസൾട്ടിൽ എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹിയറിംഗ് സ്ക്രീനിങ് ഉള്ളി എന്ന് ഞാൻ എഴുതി വെക്കും. കാരണം ഞാനൊരു ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ഓതന്റിസിറ്റി ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നു, നാളെ വേറെ സ്ഥാപനത്തിൽ പോയി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടിൽ സിഗ്നിഫിക്കന്റ് 30 dBയോ 40 dBയോ ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഓതന്റിസിറ്റി എന്താണ്? സാർ, ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. പക്ഷേ സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ഈ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയൊരു അവസരത്തിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഇത്രയും സമയം പ്രിയ പ്രേക്ഷകർക്ക് തന്നതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ജയ്ഹിന്ദിന്റെ പേരിലും മെഡിടോക്കിന്റെ പേരിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നാൽ ഇന്നത്തെ മെഡിടോക്കിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആരോഗ്യ പ്രതിബദ്ധതയുള്ള മറ്റു വിഷയങ്ങളുമായി കാണാം. അതുവരേക്കും കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം.